ഹായ്. അവന്യൂ സൂപ്പർ മാർക്കറ്റ്, അതായത് ഡിമാർട്ടിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. 16% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. പാറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 4%. കൺസോളിഡേറ്റഡ് ഫിഗേഴ്സാണ് പറയുന്നത്. 8 സ്റ്റോഴ്സാണ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇപ്പോൾ 432 സ്റ്റോഴ്സ് അവർക്കുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രമാണ് 8 സ്റ്റോഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവരുടെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, റവന്യൂ ഫിഗേഴ്സ് നോക്കിയാൽ 2021-22 അവർക്ക് 28% റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 22-23 60% പാറ്റ് ഗ്രോത്തും അതേപോലെ 38% റവന്യൂ ഗ്രോത്തും ഉണ്ടായിരുന്നു. സോ പാറ്റ് ഗ്രോത്ത് തന്നെ 60% ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പാറ്റ് ഗ്രോത്ത് നോക്കിയാൽ 4% ആണുള്ളത്. അതേപോലെ റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നത് 15-16% ആണ്. H1-ലും ഏകദേശം അത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ Q1 Q2-ലും ഏകദേശം 15-16% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ 30-40% ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ആ സമയത്ത് 140 മേളിൽ വരെ PE ആയിട്ടുണ്ടായിരുന്നു. സോ അത്ര എക്സ്പെൻസീവ് ആയിട്ടും ആൾക്കാരെ ബൈ ചെയ്യാൻ റെഡിയായിരുന്നു. സോ ഇപ്പോൾ അതിൻ്റെ PE എന്ന് പറയുന്നത് 100 മുകളിലാണ്. പക്ഷേ റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 15-20% റവന്യൂ ഗ്രോത്ത് തന്നെയുള്ളത് കമ്പനിക്ക്. സോ ഹൈ ഗ്രോത്തിലിരുന്നൊരു കമ്പനി ഇപ്പോൾ അതിൻ്റെ ഗ്രോത്തിൻ്റെ സ്പീഡ് മൊമെൻറ്റം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ PE ഇപ്പോൾ വളരെ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു PEയിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് റേറ്റിനെ കഴിഞ്ഞ് മുകളിൽ എനിക്ക് നല്ല കമ്പനികൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ വേറെ സെക്ടറിലുള്ള കമ്പനി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ സെക്ടറല്ല, അത് ശ്രദ്ധിച്ചോണം. സോ ഇപ്പോൾ നമുക്ക് കല്യാൺ ജുവലേഴ്സ് നോക്കാം. സോ കല്യാണിൻ്റെ ടോട്ടൽ ഷോറൂം കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 430, 440, 450 ആ ഒരു റേഞ്ചിലുണ്ട്. അതായത് ക്യാൻഡിയർ പ്ലസ് കല്യാൺ. സോ ഇത് അതായത് അവന്യൂവിൻ്റെ അതേ തന്നെ ഷോറൂം കൗണ്ട് അല്ലെങ്കിൽ ഷോപ്സിൻ്റെ കൗണ്ട് ഉണ്ട്. സോ അവർ ഈ ഒരു ക്വാർട്ടറിൽ ആഡ് ചെയ്തിരുന്ന് 17 കല്യാണം, 15 ക്യാൻഡിയർ ഷോറൂംസ്, അതായത് ഏകദേശം 32ഓളം ഷോറൂംസാണ് അവരുടെ ബേസിൻ്റെ മുകളിൽ ആഡ് ചെയ്തത്. ആ സെയിം ടൈമിൽ അവന്യൂവിൻ്റെ നോക്കുക, അവർ 8 ഷോറൂംസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു റീറ്റെയിൽ ബിസിനസ്സിലുള്ള കമ്പനിക്ക് സെയിൽസ് ഗ്രോത്ത് അല്ലെങ്കിൽ റവന്യൂ ഗ്രോത്ത് കൂട്ടണമെങ്കിൽ 2 റൂട്ടാണുള്ളത്. ഒന്നെങ്കിൽ വോളിയം ഗ്രോത്ത് അല്ലെങ്കിൽ വാല്യൂ ഗ്രോത്ത്, അതായത് വിൽക്കുന്ന എണ്ണം കൂട്ടുക, അതല്ലെങ്കിൽ അവരുടെ പ്രൈസ് കൂട്ടുക. സോ ഇത് രണ്ടും കൂട്ടിയാലും ഇവർക്ക് റവന്യൂ വരാനുള്ള വേറെ 2 മാർഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരുടെ പഴയ ഷോറൂംസിൽ നിന്ന് റവന്യൂ വരാം, അതേപോലെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഷോറൂംസിൽ നിന്നും റവന്യൂ വരാം. സോ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഷോറൂംസിൽ ഒരേ ബേസുള്ള കല്യാണിൻ്റെ അവന്യൂൻ്റെ എടുത്ത് നോക്കിയാൽ കല്യാണിൻ്റെ ഷോറൂം കൗണ്ട് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം 32 സ്റ്റോഴ്സാണ് പുതിയതായിട്ട് വന്നത്. അവന്യൂൻ്റെ ആണെങ്കിൽ ഡിമാർട്ടിൻ്റെ ആണെങ്കിൽ 8 ഷോറൂംസാണ് വന്നിരിക്കുന്നത്. സോ അവിടെ തന്നെ ഈ പുതിയ ഷോറൂംസിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ റവന്യൂ ഗ്രോത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം പുതിയതായിട്ട് വരുന്ന റവന്യൂ ആണ്, അത് ഫുള്ളും നമ്മുടെ റവന്യൂവിലേക്ക് ടോപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്യും. പിന്നീട് വരുന്നത് SSSG ആണ്. അതായത് ഓൾറെഡി ഒരു വർഷത്തിന് മുകളിലായിട്ടുള്ള ഷോറൂംസിൽ നിന്ന് എന്തുമാത്രം റവന്യൂ വരുന്നു എന്നുള്ളത്. സോ കല്യാണിൻ്റെ അതൊരു 16% ആണ്. അവന്യൂ ഡിപ്പെൻഡിൽ ഫിഗർ അവൈലബിൾ അല്ല. സോ പഴയ ഷോറൂംസിൽ നിന്നും പുതിയ ഷോറൂംസിൽ നിന്നുമാണ് റവന്യൂ വരുന്നത്. അതിനകത്ത് പുതിയ ഷോറൂംസിൻ്റെ കൗണ്ട് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റവന്യൂവിൽ വലിയ ഡിഫറൻസ് വരുത്താനായിട്ട് പറ്റില്ല. സോ അതാണ് ഇപ്പോൾ അവന്യൂവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിൽ ഗ്രോ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുള്ള സമയത്ത്, ഇതിന് മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുള്ള സമയത്ത് ഗ്രോത്തിൻ്റെ സ്പീഡ് മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ഹൈ PE കൊടുത്ത് അത് മേടിക്കുന്നതിനകത്ത് വലിയൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് ഈ ഒരു സമയത്ത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റഡി ചെയ്ത് ഇതേപോലെ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ സ്റ്റക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.